ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായമാണ് വായിച്ച് ധ്യാനിക്കുന്നത്. 19-ാം അധ്യായത്തിൻ്റെ സമാപനത്തിൽ കർത്താവ് ക്രൂശിക്കപ്പെട്ടു. അരിമത്യക്കാരൻ ജോസഫ് നീക്കോദിമോസും കൂടി കർത്താവിനെ കബറടക്കിയ സംഭവം വരെ നമ്മൾ വായിച്ചു. 20-ാം അധ്യായത്തിൽ മഗ്ദലന മറിയം യേശുവിൻ്റെ കല്ലറയ്ക്കലേക്ക് പോകുന്നതായി നമ്മൾ വായിക്കുന്നു. മറ്റ് സുവിശേഷങ്ങളിലെല്ലാം 2-3 സ്ത്രീകൾ ചേർന്നാണ് കർത്താവിൻ്റെ കല്ലറയ്ക്കലേക്ക് പോയതായി നമ്മൾ വായിക്കുന്നതെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈ മഗ്ദലന മറിയം തനിയെ പോകുന്നതായി നമ്മൾ വായിക്കുന്നു. ഈ മഗ്ദലന മറിയം ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചിരുന്നു. 7 ഭൂതങ്ങൾ പുറത്താക്കപ്പെട്ട സ്ത്രീയാണ്. ഇവളായിരുന്നു പാപിനിയായ സ്ത്രീ എന്ന് പറയുന്ന വേദപണ്ഡിതന്മാരുമുണ്ട്. അല്ല, അത് വേറെ സ്ത്രീ എന്ന് പറയുന്നവരുമുണ്ട്. എന്തുമായിക്കൊള്ളട്ടെ, ഇവളിങ്ങനെ ഒറ്റയ്ക്ക് കർത്താവിൻ്റെ കല്ലറയിലേക്ക് പോകാൻ കാരണമെന്ത്? നമ്മൾ വായിക്കുന്നു, പ്രഭാതത്തിൽ ഇരുട്ടുള്ളപ്പോൾ അവൾ പോയി എന്നാണ്. ഒരു സ്ത്രീ ഇരുട്ടുള്ളപ്പോൾ തനിയെ കല്ലറകളിലേക്ക് പോവുക എന്നുള്ളത് സ്വാഭാവികമല്ല. അപ്പോൾ പകൽക്കാലം പോലും പല ആളുകൾക്കും കല്ലറകളിൽ പോകുവാൻ ഭയപ്പെടുന്നവരുണ്ട്. എന്തുകൊണ്ടാണ് അവൾ ഇങ്ങനെ ഭയമില്ലാതെ കർത്താവിൻ്റെ കല്ലറയിലേക്ക് പോകുവാൻ അവളെ പ്രേരിപ്പിച്ച ഘടകം എന്താണെന്ന് ചോദിച്ചാൽ, അവൾ പാപിനിയായ സ്ത്രീ ആയിരുന്നുവെങ്കിൽ ആ കർത്താവ് എല്ലാവരും അവളുടെ നേരെ വിരൽ ചൂണ്ടിയ ദിവസം ചൂണ്ടേണ്ട വിരൽ മടക്കി നിലത്തെഴുതിക്കൊണ്ടിരുന്ന് അവളെ സ്നേഹിച്ച മകളെ ഇനി പാപം ചെയ്യരുതെന്ന് അവളോട് പറഞ്ഞവനായ കർത്താവ് അന്ന് അവളുടെ ഹൃദയത്തിൽ പ്രവേശിച്ചതാണ്. അല്ല, ഭൂതങ്ങൾ പുറത്താക്കപ്പെട്ട സ്ത്രീയാണെങ്കിൽ ആ ഭൂതങ്ങളെ അവളിൽ നിന്ന് പുറത്താക്കപ്പെട്ട ദിവസം മുതൽ കർത്താവിനെ പൂർണ്ണമായി അവൾ സ്നേഹിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തു. പിന്നെ അവൾ ജീവിച്ചത് മുഴുവൻ ഈ കർത്താവിന് വേണ്ടിയാണ്. പൗലോസ്ലീഹ പറഞ്ഞതുപോലെ തികഞ്ഞ സ്നേഹം ഭയത്തെ ഇല്ലാതാക്കും. പൂർണ്ണമായ സ്നേഹം ഭയമില്ലാതാക്കും. ഇതാണിപ്പോൾ അവളിൽ സംഭവിച്ചിരിക്കുന്നത്. അവൾക്ക് എങ്ങനെയെങ്കിലും കർത്താവിനെ കാണണം. യഹൂദന്മാരുടെ പാരമ്പര്യമനുസരിച്ച് ഒരാൾ മരിച്ച് അടക്കപ്പെട്ടാൽ 3 ദിവസം അവർ കല്ലറയ്ക്കൽ പോവുകയും സുഗന്ധവർഗ്ഗങ്ങൾ അവിടെ അർപ്പിക്കുകയും ചെയ്യുന്ന രീതിയുണ്ടായിരുന്നത്രേ. യേശുവിനെ വെള്ളിയാഴ്ച വൈകിട്ട് അവിടെ സംസ്കരിക്കുന്നു. ശനിയാഴ്ച ആരും പോയില്ല. കാരണം അന്ന് ശാബത്ത് ദിവസമാണ്. ശാബത്തിൽ വഴി നടക്കാൻ പാടില്ല എന്നവർക്ക് നിയമമുണ്ട്. കൂടുതൽ ദൂരം നടക്കാനാവില്ല. ഇത്ര ദൂരം മാത്രമേ നടക്കാവൂ എന്നൊക്കെ അവർക്ക് നിയമമുണ്ട്. അതുകൊണ്ടായിരിക്കാം ശനിയാഴ്ച പോയ കാര്യം പറയാതെ ഞായറാഴ്ച അതിരാവിലെ തന്നെ പോകാനുള്ള കാരണം. ഇവിടെ പോകുമ്പോൾ അവൾ ഭാരത്തോടു കൂടിയാണ് പോകുന്നത്. അവിടെ ഒരു കല്ലൊക്കെ വെച്ച് മുദ്ര വെച്ചത് അവൾ കണ്ടിട്ടാണല്ലോ പോകുന്നത്. ആ കല്ലാരും മാറ്റിത്തരും അവിടെ ആ സുഗന്ധവർഗ്ഗങ്ങൾ അർപ്പിക്കുവാൻ വേണ്ടി എന്നുള്ള ഭാരം അവൾക്കുണ്ട്. അങ്ങനെ ചെല്ലുമ്പോഴാണ് കല്ലറയുടെ വാതിക്കലുള്ള കല്ല് മാറ്റപ്പെട്ടതായി അവൾ കാണുന്നുണ്ട്. ആ കല്ല് മാറ്റപ്പെട്ടതായി കണ്ടിട്ട് അവൾ അതിനകത്ത് നോക്കിയിട്ട് അവൾ നേരെ തിരിഞ്ഞ് ഓടുകയാണ്. കാരണം കർത്താവ് ജീവിച്ചിരുന്നപ്പോൾ അവൻ ഉയർത്തെഴുന്നേറ്റു എഴുന്നേൽക്കുമെന്ന് കർത്താവ് പറഞ്ഞതൊക്കെ ഇവളും കേട്ടിട്ടുള്ളതാണ്. അവൾ വന്ന് പത്രോസിനോടും യോഹന്നാനോടും വന്ന് പറയുന്നു. അവരും ഇത് കേട്ട ഉടനെ തന്നെ ഇറങ്ങി ഓടുകയാണ്. കാരണം കർത്താവിന് എന്ത് സംഭവിച്ചു എന്ന് കാണുവാനുള്ള അവരുടെ വലിയ ആഗ്രഹം. കർത്താവ് മരിച്ച് അടക്കപ്പെട്ടപ്പോൾ മുതൽ അവർ വലിയ ഭാരത്തോടു കൂടി അവിടെ കഴിയുകയാണല്ലോ. നമ്മൾ വായിക്കുന്നു, ആദ്യം അതിൽ ആ പ്രായം കുറഞ്ഞ ആ എത്തിയ ചെറുപ്പക്കാരൻ ഈ സുവിശേഷം എഴുതിയ യോഹന്നാൻ ശ്ലീഹ തന്നെയാണ്. കാരണം ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളും കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട ആളുമാണ് അദ്ദേഹം ചെറുപ്പക്കാരനായതുകൊണ്ട് മുന്നിൽ അവിടെ എത്തിക്കാണും. അദ്ദേഹം പക്ഷേ കല്ലറയ്ക്കുള്ളിൽ പ്രവേശിച്ചില്ല. ചിലപ്പോൾ അത് ഭയമായിരിക്കാം. കല്ലറയ്ക്കുള്ളിൽ ഒറ്റയ്ക്ക് പ്രവേശിക്കാനുള്ള ഒരു ഭയമുണ്ടാവാം. അല്ലെങ്കിൽ പത്രോസ് ശ്ലീഹ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാകാം. എന്തായിരുന്നാലും 2 പേരും കൂടി
ആ കല്ലറയ്ക്കുള്ളിൽ പ്രവേശിക്കുന്നു. അവിടെ കർത്താവിനെ പൊതിഞ്ഞതായ അല്ലെങ്കിൽ ആ മൃതശരീരം ചുറ്റിയിരുന്ന ആ തുണികൾ മാത്രം കാണാൻ സാധിച്ചു. കർത്താവിൻ്റെ ശരീരം അവിടെ കണ്ടില്ല. അപ്പോൾ അത് കണ്ടിട്ട് കർത്താവ് ഉയർത്തെഴുന്നേറ്റു. അതിനു മുമ്പ് ഉയർത്തെഴുന്നേൽക്കുമെന്ന് കർത്താവ് പറഞ്ഞ വചനങ്ങളൊക്കെ അവരെ ഓർത്തു. അപ്പോൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റതാണെന്ന് വിശ്വസിച്ച് അവരിങ്ങി മടങ്ങിപ്പോരുകയാണ്. പക്ഷേ നമ്മൾ വായിക്കുന്നു, മറിയം അവിടെ നിന്ന് മടങ്ങിപ്പോരുന്നില്ല. മറിയം അവിടെ തന്നെ നിൽക്കുകയാണ്. കാരണം അവൾക്ക് കാണേണ്ടത് കർത്താവിനെയാണ്. കർത്താവിൻ്റെ ആ ശരീരം പൊതിഞ്ഞ വസ്ത്രങ്ങളൊക്കെ അവളും കണ്ടു. പക്ഷെ അതുകൊണ്ട് അത് തൃപ്തിയല്ല. അവൾക്ക് കർത്താവിനെ നേരിൽ കാണണം. നമ്മൾ വായിക്കുന്നത്, അവൾ കരിഞ്ഞുകൊണ്ട് പിന്നീട് ആ കല്ലറയിലേക്ക് കുനിഞ്ഞു നോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ, ഒരാൾ കാൽക്കലും തലയ്ക്കലുമായിരിക്കുന്ന 2 ദൂതന്മാരെ മറിയത്തിന് കാണാൻ ഇവിടെ സാധിക്കുന്നുണ്ട്. നമ്മൾ വായിക്കുന്നത്, കരഞ്ഞുകൊണ്ട് അവൾ നോക്കിയപ്പോഴാണത് കണ്ടത്. ഇതിനു മുൻപ് അവൾക്കത് കാണാൻ സാധിച്ചില്ല. ഹൃദയവേദനയോടുകൂടി അവൾ നോക്കുമ്പോൾ ആണ് ആ വലിയ മഹത്വം അവൾക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രിയമുള്ളവർ, കർത്താവ് അല്ലെങ്കിൽ അവളുടെ ആ നഗ്നനേത്രം കൊണ്ട് മാലാഖമാരെ ആദ്യമായി കാണുവാനും അവരോട് സംസാരിക്കുവാനും അവരുടെ വചനങ്ങൾ കേൾക്കുവാനും ഒക്കെ ഭാഗ്യം ലഭിച്ചത് കർത്താവിനെ അത്യധികമായി സ്നേഹിച്ച് അവനെ കാണാതെ ഞാൻ പോവുകയില്ല എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി അവിടെ നിന്ന മറിയത്തിനാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന മഹാസത്യം ദൈവദൂതന്മാരിൽ നിന്ന് ആദ്യം കേൾക്കുവാനും ആ പുനരുദ്ധാനം ചെയ്ത കർത്താവിനെ ആദ്യം കാണുവാനും ആ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാനും ഒക്കെയുള്ള വലിയ ഭാഗ്യം മറിയത്തിനിവിടെ ലഭിക്കുകയാണ്. യേശുവിനെ കണ്ടപ്പോൾ അവൾ തെറ്റിദ്ധരിച്ചു ആ തോട്ടത്തിൻ്റെ ഉടമസ്ഥനാണെന്ന് തെറ്റിദ്ധരിച്ചവൾ പറയുന്നുണ്ട്. യജമാനനെ, എൻ്റെ ഗുരുവിനെ എവിടെയാണ് അടയ്ക്കുന്നതെന്ന് കാണിച്ചു തരാമോ? ഞാൻ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. അവൾക്ക് കാണേണ്ടത് കർത്താവിൻ്റെ ശരീരമാണ്. യേശു കാരണം നമുക്കറിയാമല്ലോ, നേരം ശരിക്ക് വെളുത്തിട്ടില്ല. ഇരുട്ടുള്ളപ്പോഴാണ് കല്ലറയ്ക്കൽ ചെന്നത്. മാത്രമല്ല, കല്ലറയ്ക്കുള്ളിൽ ഒരു ചെറിയ വെളിച്ചം മാത്രമേ കാണാൻ സാധ്യതയുള്ളൂ. അതിനകത്ത് മറ്റ് ലൈറ്റും വട്ടങ്ങളും ഒന്നും ഇല്ലല്ലോ. മറ്റ് ശുഭ്രവസ്ത്രധാരികളായ ആ മാലാഖമാരെ ആ വെള്ളവസ്ത്രത്തിൽ കൂടി അവൾക്ക് കാണാൻ സാധിച്ചു. ഇവർക്ക് കർത്താവിൻ്റെ മുഖം ഇവിടെ മനസ്സിലാവുന്നില്ല. അപ്പോൾ പറയുന്ന ഒരു വാക്ക് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. അവനെ എവിടെ വെച്ചു? ഞാൻ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. 33 വയസ്സിലധികം പ്രായമുള്ള പൂർണ്ണ ആരോഗ്യവാനായ ഒരു പുരുഷൻ്റെ ശരീരം ഞാൻ ഒറ്റയ്ക്ക് എടുത്തുകൊണ്ട് പോകാമെന്ന് പറയാൻ അവളെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? ഇവിടെയാണ് ആ വലിയ സ്നേഹം, ആ തികഞ്ഞ സ്നേഹം അവളെ ഭയത്തെ ഇല്ലാതാക്കുന്നു എന്നുള്ളത്. അവളെ സംബന്ധിച്ചിടത്തോളം അവളെ സ്നേഹിച്ചതായ ഹൃദയം നിലനിൽക്കുന്ന ശരീരമാണത്. ആ ശരീരം അവൾക്ക് കാണണം. ആ ശരീരം അവൾക്ക് എടുത്തു. ആ വലിയ ആഗ്രഹമാണ് അവളവിടെ പറയുന്നത്, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോകാമെന്ന്. അപ്പോഴാണ് കർത്താവ് അവളെ മറിയേ എന്ന് വിളിക്കുന്നുണ്ട്. ആ ശബ്ദം കേട്ടപ്പോൾ അവൾക്ക് പെട്ടെന്ന് മനസ്സിലായി ഇത് കർത്താവാണെന്ന്. അവൾ കർത്താവിനെ, എനിക്ക് തോന്നുന്നത്, കയറി ചുറ്റിപ്പിടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവും. അപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, എന്നെ നീ സ്പർശിക്കരുത് എന്നാണ്. മറ്റു ചില ട്രാൻസ്ലേഷനുകളിൽ എന്നെ തടസ്സപ്പെടുത്തരുത്, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ പോയിട്ടില്ല എന്നാണ് കർത്താവ് അവിടെ പറഞ്ഞുവെന്നാണ്. കാരണം ഉയർത്തെഴുന്നേറ്റ ശരീരവും മറ്റ് ശരീരങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഇവിടെയുണ്ട്. കർത്താവിൻ്റെ ശാരീരികമായ സാന്നിധ്യത്തിൽ അവൾ പൂർണ്ണമായിട്ട് ഇവിടെ വിശ്വസിച്ചു. മുമ്പ് കർത്താവിനെ സമീപിച്ചതുപോലെ തന്നെ കർത്താവിനെ സമീപിക്കുവാൻ അവൾ തയ്യാറാകുന്നു. എന്നാൽ പിന്നീട് നമുക്ക് താഴോട്ട് ചെല്ലുമ്പം നമ്മൾ വായിക്കും, തോമാസ് ശ്ലീഹ അങ്ങനെ വിശ്വസിക്കുന്നില്ല, അവനെ എനിക്ക് തൊട്ടു നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായിരുന്നാലും കർത്താവ് അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു. ഉയർത്തെഴുന്നേറ്റവനായ കർത്താവിനെ ആദ്യം കാണുവാനുള്ള മഹാഭാഗ്യം ഈ മറിയത്തിന് അവിടെ ലഭിക്കുന്നതായി നമ്മൾ ഇവിടെ വായിക്കുന്നു. ഇവിടെ കർത്താവ് മറിയത്തോട് പറയുന്നതാണ്, നീ ചെന്ന് എൻ്റെ സഹോദരന്മാരോട് പറ, ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്ന്. കർത്താവിടെ ശിഷ്യന്മാരെന്നുള്ള വാക്കല്ല ഉപയോഗിക്കുന്നത്, സഹോദരന്മാരെന്നാണ്.
യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു, കർത്താവ് അന്ന് പറഞ്ഞു, നിങ്ങളെൻ്റെ സ്നേഹിതന്മാരാണ്. എൻ്റെ പിതാവിനോട് ഞാൻ കേട്ടതെല്ലാം നിങ്ങളെ അറിയിച്ചതുകൊണ്ട് നിങ്ങൾ സ്നേഹിതന്മാരാണ്. ഇവിടെ അവരെ കർത്താവ് സഹോദരന്മാരെന്നാണ് അഭിസംബോധന ചെയ്യുക. എന്ന് പറഞ്ഞാൽ തുല്യ പദവിയിൽ കർത്താവ് അവരെ കാണുന്നു എന്നുള്ളതാണ്. കർത്താവിനെ സ്നേഹിക്കുന്നവരെ സഹോദരന്മാരായും കർത്താവിനെ സ്നേഹിക്കുന്നവരെ സ്നേഹിതന്മാരായും ഉൾക്കൊള്ളുവാൻ തക്കവണ്ണമുള്ള നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അന്ന് വൈകിട്ട് 19-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുന്നത്, ശിഷ്യന്മാരൊക്കെ കർത്താവിൻ്റെ മരണത്തിൽ ദുഃഖിതരായി യഹൂദന്മാരെ ഭയപ്പെട്ട് വാതിലടച്ചിരിക്കുകയാണ്. കാരണം പുറത്തിറങ്ങിപ്പോകാൻ അവർക്ക് ധൈര്യമില്ല. ഈ സമയത്താണ് വാതിലടച്ചിരിക്കെ കർത്താവ് അകത്തു വന്ന് അവരോട് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞു. 33 വർഷം അവരോടൊപ്പം ഉണ്ടായിരുന്ന കർത്താവ് വാതിലടച്ചിരിക്കെ ഒരിക്കലും അകത്തു വന്നിട്ടില്ല. ഇപ്പോൾ എങ്ങനെ കർത്താവിനകത്ത് വരാൻ സാധിക്കുന്നു? കാരണം കർത്താവിൻ്റെ ഉയർത്തെഴുന്നേറ്റ ശരീരത്തിന് പരിമിതികളില്ല. അതിന് സഭാപിതാക്കന്മാർ പറയുന്ന പേരാണ് ഗ്ലോറിഫൈഡ് ബോഡി, അഥവാ മഹത്വീകരിക്കപ്പെട്ട ശരീരം. ആ ശരീരത്തിന് പരിമിതികളില്ല. വാതിലടച്ചിരിക്കെ അകത്ത് വരുവാനും നോക്കി നിൽക്കെ പ്രത്യക്ഷമാകാനും അപ്രത്യക്ഷമാകാനും ഒക്കെ സാധിക്കുന്നതായ ഒരു ശരീരം ഇപ്പോൾ കർത്താവിനുണ്ട്. ഈ ശരീരമാണ് പുനരുത്ഥാനത്തിൽ എനിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അതിൻ്റെ ആദ്യത്തെ, അല്ലെങ്കിൽ പൗലോസ്ലീഹയുടെ ഭാഷയിൽ പറഞ്ഞാൽ അച്ചാരമായി, അഡ്വാൻസായി കർത്താവിൻ്റെ ശരീരം ആദ്യമേ തന്നെ ഇവിടെ ഉയർത്തെഴുന്നേറ്റ് ഈ മറിയയ്ക്ക് കാണുവാനുള്ള ഭാഗ്യം ഇവിടെ ലഭ്യമാവുകയാണ്. അതാർക്കാണ് അങ്ങനെയുള്ള ആ പുനരുത്ഥാനം ലഭിക്കുക? യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചിരുന്നു, എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും, അവസാന ദിവസം ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന്. കർത്താവിൻ്റെ ശരീരങ്ങൾ അനുഭവിച്ച് വിശ്വാസത്തോടെ മരിക്കുന്നവർക്കാണ് ഭാഗ്യം ലഭിക്കുന്നത്. അതുകൊണ്ടാണ് വിശ്വാസികളുടെ ശരീരത്തെ പ്രാർത്ഥനാപൂർവം നമ്മൾ സംസ്കരിക്കുകയും ദേവാലയത്തിലേക്ക് കൊണ്ടുപോവുകയും സംസ്കരിക്കപ്പെട്ട സ്ഥലത്ത് നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതൊക്കെ അതുകൊണ്ട് തന്നെയാണ്. അപ്പം അന്ന് കർത്താവ് അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് കർത്താവ് നമ്മൾ വായിക്കുന്നു, കർത്താവ് അവരെ വിളിച്ച് അവരുടെ മേൽ അവരോട് പറയുകയാണ്, എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞ് അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ അവർക്ക് നൽകുന്നു. ഈ പരിശുദ്ധാത്മാ നൽവരം അവർക്ക് അവിടെ നൽകുന്നു. ഇതിനു മുൻപ് കർത്താവ് പറഞ്ഞു, ഞാൻ പോകും, പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ വരും, ആ പരിശുദ്ധാത്മാവിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം, അവൻ വരുന്നിടം വരെ നിങ്ങൾ യെരൂശലേം വിട്ടു പോകരുത്. എന്നാൽ ആ പരിശുദ്ധാത്മാവ് വരുന്നതിന് മുൻപ് പരിശുദ്ധാത്മ നൽവരം കർത്താവുകൾക്ക് ഇവിടെ നൽകുന്നു. ആ നൽവരം പാപമോചന അധികാരത്തിനുള്ള നൽവരം കൂടിയാണ്. നിങ്ങൾ ആരുടെ പാപം മോചിക്കുന്നുവോ അത് മോചിക്കപ്പെട്ടിരിക്കും, ആരുടെ പാപം മോചിക്കപ്പെടാതിരിക്കുമോ അത് മോചിക്കപ്പെടാതെ ഇരിക്കും. ആ അധികാരമാണ് പുതിയ നിയമ പൗരോഹിത്യ പാപമോചന അധികാരം എന്ന് പറയുന്നത്. ഇതാണ് പുതിയ നിയമ പൗരോഹിത്യത്തിൻ്റെ ആദ്യത്തെ പട്ടം കൂടെയായി സഭ കാണുന്നത്. ഇതാണ് കർത്താവ് സ്ത്രീഹന്മാരുടെ മേലൂതി താൻ തുടങ്ങി വെച്ച് തുടരാനുള്ള ദൗത്യം അവരെ പരമേൽപ്പിച്ചു. അതാണ് സഭയുടെ ദൗത്യം. എന്താണ് കർത്താവ് തുടങ്ങി വെച്ചത്? സ്വർഗരാജ്യത്തിൻ്റെ തുടക്കം കർത്താവ് കുറിച്ചു വെച്ചു. അതിൻ്റെ പൂർണ്ണതയിലേക്ക് ഈ പ്രപഞ്ചത്തെ മാനവജാതിയെ മുഴുവൻ വഴി നടത്താനുള്ള അധികാരമാണ് കർത്താവ് സ്ത്രീഹന്മാരെ ഇവിടെ പരമേൽപ്പിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അങ്ങനെ അവരെ നൽകി അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം വീണ്ടും ആ സമയത്ത് തോമാസ് ശ്ലീഹ അവിടെയില്ല. എനിക്ക് തോന്നുന്നു തോമാസ് ശ്ലീഹ ഇവരെല്ലാം വാതിലടച്ചിരിക്കുക അകത്തിരിക്കുകയാണല്ലോ. അപ്പോൾ ആ സമയത്ത് ഒരുപക്ഷെ അവർക്ക് ഭക്ഷണം വാങ്ങാനോ അല്ല മറ്റ് ക്രമീകരണത്തിനായിട്ട് പുറത്ത് പോയതാവാം. തോമാസ് ശ്ലീഹ വന്നപ്പോഴാണ് മറ്റ് സ്ത്രീഹന്മാർ പറഞ്ഞു, ഞങ്ങൾ കർത്താവ് വന്നു, ഞങ്ങൾ കണ്ടു. തോമാസ് ശ്ലീഹയുടെ വലിയ ദുഃഖം തോന്നിക്കാണും, എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ എന്ന്. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം പറഞ്ഞത്, ഞാൻ കാണാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. അവൻ്റെ ആണിപ്പാലിൽ കൈതൊട്ട് നോക്കാതെ ഞാൻ വിശ്വസിക്കുകയില്ല. അപ്പം അങ്ങനെയാണ് വീണ്ടും അവർ കൂടിയിരിക്കുമ്പോൾ കർത്താവ് തോമാസ് ശ്ലീഹ കൂടെയുള്ളപ്പോൾ വീണ്ടും കർത്താവ് അവർക്ക് വന്ന് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ആ സമയത്ത് കർത്താവ് തോമാസ് ശ്ലീഹയോട് പറഞ്ഞു, നീ എന്നെ കൈ നീട്ടി എന്നെ തൊട്ട് നോക്കുക. പക്ഷെ തോമാസ് ശ്ലീഹ തൊട്ടതായി വേദപുസ്തകത്തിൽ പറയുന്നില്ല. തോമാസ് ശ്ലീഹ അവിടെ ഒരു വിശ്വാസമേറ്റു പറയുന്നുണ്ട്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. അതാണ് പൂർണ്ണമായ സമർപ്പണം എന്ന് പറയുന്നത്. അത് കർത്താവ്
അപ്പോൾ ഈ വേദഭാഗവുമായി ബന്ധപ്പെട്ട് കർത്താവ് ആദ്യം ആ പൗരോഹിത്യ നൽവരം നൽകുമ്പോൾ, പരിശുദ്ധാത്മാവിനെ നൽകുമ്പോൾ, തോമാശ്ലീഹ അവിടെ ഇല്ലായിരുന്നത് കൊണ്ട് ആ നൽവരം അദ്ദേഹത്തിന് ലഭിച്ചില്ല എന്നൊക്കെ പറയുന്ന ചില ആളുകൾ വാദിക്കുന്നത് കേട്ടിട്ടുണ്ട്. അതൊരിക്കലും അങ്ങനെയല്ല. കാരണം നമ്മൾ സംഖ്യാപുസ്തകം 11-ാം അധ്യായം വായിക്കണം. സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിൽ മോശ ഇസ്രായേൽ ജനത്തെ വഴി നടത്തുമ്പോൾ ആ ജനങ്ങളിൽ നിന്ന് ഒരുപാട് പരാതികളും പരിഭവങ്ങളും കുറ്റപ്പെടുത്തലുകളൊക്കെ മോശയ്ക്ക് കേൾക്കേണ്ടി വന്നു. ആ സമയത്ത് മോശ ദൈവസന്നിധിയിൽ വന്ന് വളരെ സങ്കടത്തോടും ഒക്കെ പറയുന്നുണ്ട്, എന്നെ തന്നെ എനിക്ക് ഭാരം വഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് എന്നെ സഹായിക്കാൻ മറ്റാരെങ്കിലും കൂടി നീ ആക്കണം. അപ്പോൾ യഹോവയായ ദൈവം പറഞ്ഞു, നീ ഇതിൽ നിന്ന് കൊള്ളാവുന്ന പുരുഷന്മാരെ നോക്കി 70 പേരെ നീ ഇവിടെ തിരഞ്ഞെടുക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം 70 പേരെ അവിടെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അവർ ദൈവസന്നിധിയിൽ കൂടാരവാതിക്കൽ വരാൻ പറഞ്ഞു. ആ സമയത്ത് അവരുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി ആവശ്യിക്കുകയും മോശയോട് ചേർന്ന് പ്രവർത്തിക്കാനുള്ള ആ നൽവരം അവർക്ക് ലഭിക്കുകയും ചെയ്തു. പക്ഷേ ആ സമയത്ത് 2 പേര് അവിടെ ഇല്ലായിരുന്നു. അവരുടെ പേരുകൾ പറയുന്നുണ്ട്. എൽദാദെന്നും മേൽദാദെന്നും വിളിക്കപ്പെട്ട 2 പേര്. ഇവരുടെ മേൽ ഈ പരിശുദ്ധാത്മാവ് ഇറങ്ങി ആവശ്യിക്കുകയും അവരവിടെ പ്രവചിക്കുകയും ചെയ്തു. ആ സമയത്ത് 2 പേര് ആ സ്ഥലത്തില്ലാതെ അവരുടെ കൂടാരങ്ങളിൽ ഭവനത്തിൽ തന്നെ ആയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവരിവിടെ പ്രവചിച്ചപ്പോൾ ആ 2 പേരും അവിടെ ഇരുന്നുകൊണ്ട് ആ കൂടാരത്തിൽ ഇരുന്നുകൊണ്ട് അവരും പ്രവചിച്ചു. അത് കണ്ട ഒരു ചെറുപ്പക്കാരൻ വന്ന് മോശയോട് പറയുന്നുണ്ട്, നീ അവരെ വിലക്കണം. അവരും അവിടെ നിന്ന് പ്രവചിച്ചപ്പം മോശ അവരോട് പറയുന്നുണ്ട്, ആവശ്യമില്ല, കാരണം അവരും പേരെഴുതപ്പെട്ടവരാണ്. ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ടവർ സാഹചര്യം കൊണ്ട് അവിടെ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവരുടെ മേലും ദൈവത്തിൻ്റെ ആത്മാവ് ആവശിച്ചു എന്നുള്ളതാണ്, പേരെഴുതപ്പെട്ടവരാണ്. കർത്താവിൻ്റെ 12 സ്ലീഹന്മാരിൽപ്പെട്ട ആളാണ് തോമാശ്ലീഹ. അപ്പം അദ്ദേഹത്തിനും അവിടെ ആ നൽവരം തീർച്ചയായിട്ടും ലഭിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടതാണ്. കർത്താവർക്ക് നൽകിയ ആ പാപമോചന അധികാരം, ആ അധികാരത്തിലാണ് ഓരോ പുരോഹിതനും ഈ പുതിയ നിയമത്തിലും ഓരോ വ്യക്തിക്കും പാപമോചനം നൽകുന്നത്. അതായത് ആരുടെയും പേഴ്സണൽ കപ്പാസിറ്റിയിൽ നിന്നല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പാപമോചന അധികാരം ദൈവത്തിനുള്ളതാണ്. അത് പിതാവായ ദൈവം പുത്രനെ ഏൽപ്പിച്ചു. ആ കർത്താവ് അത് തൻ്റെ സ്ത്രീഹന്മാരെ പരിമേൽപ്പിക്കുകയാണ്. കാരണം കർത്താവ് തുടങ്ങി വെച്ചത് സഭയിൽ അത് തുടരണം. അതിനുള്ള അധികാരമാണ് കർത്താവ് നൽകിയത്. അതുകൊണ്ട് സുറിയാനി സഭയിൽ ഒരാൾക്ക് പാപമോചനം നൽകുമ്പോൾ നടത്തുന്നതായ പ്രാർത്ഥന ഇതാണ്: സർവാധിപതിയും സർവശക്തനുമായ പിതാവാം ദൈവം നിന്നിൽ കരുണ ചെയ്ത് നിത്യജീവനിലേക്ക് നിന്നെ നയിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹ തൻ്റെ സ്ത്രീഹന്മാരെ പരിമേൽപ്പിക്കുകയും സ്ത്രീഹന്മാർ പ്രധാനാചാര്യന്മാർക്ക് നൽകുകയും പ്രധാനാചാര്യന്മാർ ബലഹീനനായി എനിക്ക് നൽകുകയും ചെയ്തിട്ടുള്ള അവിടുത്തെ അധികാരത്താൽ അനുഗ്രഹീത സഹോദര അഥവാ സഹോദരി, നീ ഏറ്റുപറഞ്ഞവയും വിസ്മരിച്ചു പോകുന്നതുമായി രാവും പകലും നിന്നിൽ നിന്ന് വന്നുപോയ മരണകരവും യാദർച്ഛ്യവുമായ എല്ലാ പാപങ്ങളിൽ നിന്നും എന്നിൽ സമർപ്പിതമായ അധികാരം മൂലം ഞാൻ നിനക്ക് പാപമോചനം നൽകുന്നു. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ അധികാരത്താൽ പിതാവിൻ്റെയും പുത്രൻ്റെയും വിസ്തൃഹായുടെയും നാമത്തിൽ നിത്യജീവിതത്തിനു വേണ്ടി സകല ബന്ധനങ്ങളിൽ നിന്നും ശാപങ്ങളിൽ നിന്നും ശിക്ഷകളിൽ നിന്നും നിരോധനങ്ങളിൽ നിന്നും ഞാൻ നിനക്ക് മോചനം നൽകുന്നു എന്ന് പറഞ്ഞാണ് ഓരോ വ്യക്തിയുടെയും മേൽ ഹൂസോയോ പ്രാർത്ഥന അല്ലെങ്കിൽ പാപമോചനം ഓരോ പുരോഹിതനും നൽകുന്നത്. അവരുടെ ആരുടെയും പേഴ്സണൽ കപ്പാസിറ്റിയിൽ നിന്നില്ല, ദൈവത്തിൽ നിന്ന് സ്ത്രീഹന്മാർക്കും, സ്ത്രീഹന്മാരിൽ നിന്ന് പ്രധാനാചാര്യന്മാർക്കും, പ്രധാനാചാര്യന്മാരിൽ നിന്ന് ആചാര്യന്മാർക്ക് ലഭിക്കുന്നതായ അധികാരമാണ്. അത് ദൈവികമായ അധികാരമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ആരുടെയും പേഴ്സണൽ കപ്പാസിറ്റിയിൽ നിന്നല്ല അത് ലഭ്യമാകുന്നത്. ഇതാണ് ക്രൈസ്തവ സഭയിലെ ആദ്യത്തെ പട്ടംകൊടയായി പിതാക്കന്മാർ കാണുന്നതാണ്. അത് യേശു സ്ത്രീഹന്മാർക്ക് നൽകിയതായ ആ വലിയ അധികാരമാണ്. അപ്പം അത് പിന്നീട് അങ്ങനെ തോമാശ്ലീഹായ്ക്കും, അപ്പോൾ തോമാശ്ലീഹ ഏറ്റുപറയുന്നതായി വിശ്വാസം എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ, ആ പൂർണ്ണമായ ഒരു സമർപ്പണം ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്കും എന്നും ഏറ്റുപറയാൻ കാരണമായിട്ട് തീരേണ്ടതാണ്. അപ്പോൾ 20-ാം അധ്യായത്തിൽ ഉയർത്തെഴുന്നേറ്റവനായ കർത്താവിൻ്റെ ഈ വലിയ പ്രത്യക്ഷപ്പെടൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം കർത്താവ് തോമാശ്ലീഹയോട് ഒരു കാര്യം പറയുന്നുണ്ട്: നീ ഇപ്പോൾ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ.
നമുക്കറിയാം കർത്താവിൻ്റെ 12 സ്ത്രീഹന്മാർക്കും അന്ന് ജീവിച്ചിരുന്ന ജനങ്ങൾക്കും മാത്രമാണ് കർത്താവിനെ കണ്ടു വിശ്വസിക്കാനുള്ള ഭാഗ്യം ലഭിച്ചത്. നമ്മളൊക്കെ ഇന്ന് കർത്താവിനെ വിശ്വസിക്കുന്നത് കാണാതെയാണ്. അപ്പോൾ കാണാതെ വിശ്വാസത്തിൻ്റെ കണ്ണുകളാൽ നമ്മൾ കടമൊഴിയായി ഇപ്പോൾ കർത്താവിനെ കണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കുന്നു. ഒരു ദിവസം നമുക്ക് ലഭിക്കും. പൗലോസ് പറഞ്ഞ പോലെ അന്ന് ഞാൻ മുഖാമുഖം കാണും. ഇപ്പോൾ കണ്ണാടിയിൽ കാണുന്നത് പോലെ കടമൊഴിയായി കാണുന്ന കർത്താവിനെ മുഖാമുഖം കാണുന്നൊരു ദിവസം നമുക്ക് വരുന്നു. ആ ദിവസത്തിനു വേണ്ടിയാണ് നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. മരിച്ചുപോയവരുടെ ആ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതുജീവനുമായി നോക്കി പാർക്കുന്നെന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇന്ന് ദിവസം ഈ പുനരുത്ഥാനം ചെയ്ത കർത്താവിൻ്റെ ആ വലിയ അനുഭവത്തോടെ ആ വലിയ സന്തോഷം പങ്കുവെച്ച് ജീവിപ്പാൻ നമുക്കിടയായിത്തീരണം. ആ കർത്താവിനെ കൂടെ ഈ ഭൂമിയിൽ ജീവിപ്പാൻ സർവശക്തനായ ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് നൽകട്ടെ. ഇന്ന് ദിവസം ഈ 20-ാം അധ്യായം വളരെ പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ, സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ വലിയ അനുഭവമാണല്ലോ. അത് വായിക്കുവാൻ ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ.